ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്താകെ 30 പഞ്ചായത്തുകളിലാണ് BJP അധികാരത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ്. ഈ 30 പഞ്ചായത്തുകളിൽ ഏറ്റവും അധികം പഞ്ചായത്തുകളിൽ BJP അധികാരത്തിൽ വന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പരമ്പരാഗത ശക്തി കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കാസർഗോഡോ ഒന്നും അല്ല, അല്ലെങ്കിൽ തൃശ്ശൂരോ പാലക്കാടോ അല്ല. BJP ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളിൽ വിജയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ആകെയുള്ള 72 പഞ്ചായത്തുകളിൽ 8 അധികാരത്തിൽ വരാൻ BJPക്ക് സാധിച്ചിരിക്കുകയാണ്. ആല, ബുധനൂർ, പാണ്ടനാട്, തിരുവൻവണ്ടൂർ, ചെന്നിത്തല, കാർത്തികപ്പള്ളി, നീലംപേരൂർ, ചേനം, പള്ളിപ്പുറം ഇങ്ങനെ 8 പഞ്ചായത്തുകളാണ് ആലപ്പുഴയിൽ BJP വിജയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അധികാരം പിടിച്ചിരിക്കുന്നത്. അതൊരു വലിയ പ്രകടനം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഒരു ട്രെയിലർ നമ്മൾ കണ്ടിരുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, ആലപ്പുഴ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ച് 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് നേടിയത്. കടുത്ത ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. CPMന്റെ ഉറച്ച കോട്ടകളിൽ പോലും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി. ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഏതാണ്ട് 40,000-അടുത്ത് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വലിയൊരു മുന്നേറ്റം തന്നെയാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയത്. ഇഴവ വോട്ട് വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിൻ്റെ ഒരു സക്സഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 8 പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ സാധിക്കും. അതും ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ല, ഇടത് കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന, കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ചുവപ്പ് ജില്ല എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിൽ പുന്നപ്ര വയലാറിൻ്റെയൊക്കെ മണ്ണാണ് ആലപ്പുഴ. അപ്പോൾ ആ ആലപ്പുഴയിലാണ് BJP വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ പ്രകടനം അത് BJPക്ക് വളരെ ആശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ BJPക്ക് ഒരു വലിയ സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ ആകെയുള്ള 10 പഞ്ചായത്തുകളിൽ 5 BJPക്ക് ഭരണം പിടിക്കാൻ സാധിച്ചു. 4 പ്രതിപക്ഷമാണ്. അതുമാത്രമല്ല, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെ മുഖ്യ പ്രതിപക്ഷവും BJP തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ മുന്നേറ്റമാണ്. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ BJPയുടെ ഒരു തിളക്കമാർന്ന പ്രകടനത്തിന് പിന്നിലെ ഒരു പ്രധാന ശക്തി BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായ സന്ദീപ് വാചസ്പതിയാണ്. മാസങ്ങളായിട്ട് വളരെ ചിട്ടയാർന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നൊരു പ്രവർത്തനമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. മികച്ച രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാൻ സന്ദീപ് വാചസ്പതിക്കും ടീമിനും സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സന്ദീപ് വാചസ്പതിയുടെ കീഴിലുള്ള BJP സൗത്ത് ജില്ലയിലാണ് 6 പഞ്ചായത്തുകളിൽ പാർട്ടി വിജയം നേടിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സന്ദീപ് വാചസ്പതിയെ സംബന്ധിച്ച്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സന്ദീപ് വാചസ്പതി വരുമോ എന്നറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹത്തിനൊരു മികച്ച സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത്. അത്രയും ചിട്ടയാർന്ന രീതിയിലുള്ള ഒരു പ്രകടനത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് വേണം ഈ ആലപ്പുഴയിലെ ഈ ഒരു വലിയ മുന്നേറ്റത്തെ കാണാൻ. അപ്പോൾ ആലപ്പുഴ ജില്ല BJPക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് നൽകിയിരിക്കുന്നത്. ഭാവിയിലേക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഒരു ജില്ലയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം ജനകീയരായിട്ടുള്ള മികച്ച നേതൃപാഠവുമുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്ന് ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനകം തന്നെ മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിലും സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂർ മണ്ഡലത്തിലും മത്സരിക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനും വേണമെങ്കിൽ ഒരു സർപ്രൈസ് അവിടെ സൃഷ്ടിക്കാനും BJPക്ക് സാധിക്കും. കാരണം ആലപ്പുഴ BJPക്ക് അനുകൂലമായ ഒരു മണ്ണായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം CPMനെതിരെയുള്ള ഒരു വികാരം BJPയിലേക്ക് വോട്ടുകളെ ഒഴുക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും ആൻറ്റി ഇൻകംബൻസി അവിടെ CPMനെതിരെ ഉണ്ട്. അതിപ്പോൾ ഏത് രംഗത്താണെങ്കിലും. അതുകൂടാതെ തന്നെ ഇഴവ വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കാൻ BJPക്ക് തുടർച്ചയായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യാ ശതമാനമുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ആലപ്പുഴയിൽ BJPക്ക് വലിയൊരു പൊട്ടൻഷ്യലാണ് ഇതുവഴി തുറന്ന് കിട്ടിയിരിക്കുന്നത്. ഭാവിയിൽ ഒരു ഉരുക്ക് കോട്ടയൊക്കെ ആക്കി വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു ജില്ലയായിട്ടാണ് പൊതുവെ ആലപ്പുഴയെ വിലയിരുത്തുന്നത്. ആ രീതിയിൽ സംസ്ഥാന നേതൃത്വമൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ആലപ്പുഴ ജില്ലയിലെ BJPയുടെ ഒരു മുന്നേറ്റം. ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളിൽ മാത്രമല്ല BJPയുടെ മുന്നേറ്റം. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുകൂടാതെ മാവേലിക്കര മുനിസിപ്പാലിറ്റി, പല മുനിസിപ്പാലിറ്റികളിലും പ്രകടനം മെച്ചപ്പെടുത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ മികച്ച പ്രകടനം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജയത്തിനടുത്ത് എത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ
പലയിടങ്ങളിലും BJPക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ BJP ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ച്. കാരണം ആലപ്പുഴ ജില്ലയിൽ BJPയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പാർട്ടി നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ ഒരു കോട്ടയായിട്ടൊക്കെ BJPക്ക് വേണമെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ജില്ലയായിരിക്കും ആലപ്പുഴ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.